എവിടെ ഉണ്ടായിരുന്നു? ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, കൊണ്ടുപോയി ഹോസ്പിറ്റൽ കൊണ്ടുപോയി. വണ്ടി ജാമായി പോയി. വലിയ മരം കാലങ്ങളായിട്ടൂടെ ഉള്ള മരം തന്നെയാണ്. പൂർണ്ണമായിട്ട് എവിടുത്തുകാരാണെന്ന് വല്ലതും അറിയാൻ പറ്റുന്നുണ്ടോ? നാടെന്നുള്ള പറഞ്ഞു, ആ നാട് അതാറില്ല. ഞാനുണ്ടായിരുന്നു. ഇത് അവരിവിടെ വന്നിട്ട് കുറച്ച് സാധനം എന്തോ വാങ്ങിക്കാൻ വേണ്ടി ഹസ്ബൻഡും വൈഫും കൂടെ വന്നതാണ്. വൈഫ് വണ്ടിയിൽ ഇരിക്കുകയായിരുന്നു, പുള്ളി ഇറങ്ങി എന്തോ സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ മറിഞ്ഞു വീണത്. അല്ല വേറെ ഫയർഫോഴ്സും ടീമും പറഞ്ഞതിന് മുമ്പായിട്ട് ഇവിടെ ഉള്ള അതെ നാട്ടുകാരാണല്ലോ. അത് ആക്ച്വലി അങ്ങനെയാണല്ലോ. ഞാൻ സുബേദാർ ജയപ്രകാശ് എക്സ് മിലിറ്ററി, ഞങ്ങളുടെ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാം വെട്ടി മാറ്റി. ഫയർഫോഴ്സിൽ ഇഷ്ടം പോലെ എണ്ണാനൊന്നും പറ്റില്ല ഇത്രയും തിരക്കിന്റെ ഇടയിൽ. അത്ര അവർ വന്നതിന് ശേഷം തന്നെ എല്ലാം കട്ടിംഗ് മെഷീൻ എല്ലാം കൊണ്ടുവന്ന് ക്ലിയർ ആയിട്ട് എല്ലാം കട്ടി. പരിക്ക് ഗുരുതരമാണോ? അറിയാൻ കഴിയുന്നില്ല. വലിച്ചെടുത്ത് നേരെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. എങ്ങനെയെങ്കിലും പുറത്തെടുക്കാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ എയിം. പക്ഷെ അത് എടുത്ത് കാരണം കട്ട് ചെയ്യണമെന്ന് അറിയാൻ കഴിഞ്ഞത് കൂടെ ഉണ്ടായിരുന്ന പുരുഷന് വലിയ പ്രശ്നങ്ങളില്ല. ഇല്ലായിരുന്നു, പുള്ളി വെളിയിലായിരുന്നു. ആരാണെന്ന് ഒന്നും അറിയാം. കാരണം സ്വദേശിയാണ്. ഞാൻ ഇവിടെ തൊട്ടടുത്ത് ഇരിക്കുകയായിരുന്നു. ഞാൻ വന്നപ്പോൾ ആ സ്ത്രീ കിടന്ന് വിളിക്കുന്നുകൊണ്ടാണ് ഞാൻ അതിനകത്ത്. ഈ റോഡിൽ വലിയ തിരക്കുണ്ട്, നല്ല തിരക്ക്. യാതൊരു ഇതും ഇല്ലല്ലേ. ഇത് സഡൻലി മറിഞ്ഞു വീണ കേസല്ലേ. പിടിച്ചിറക്കുന്നു, അവർ കിടന്ന് വിളിക്കുന്നു. കോഴം കെടുകയാണ് ചെയ്തത്. ഒരു പരിക്കൂല, തലയിൽ തടി വന്നിരിക്കുകയായിരുന്നു. അവർ ഭയങ്കര വിളി കണ്ടുകൊണ്ടാണ് ഞാൻ അകത്ത് കയറിയത്. ഞാൻ അകത്ത് കയറി വെട്ടോത്തി എടുത്തുകൊണ്ടൊന്ന് വെട്ടി എടുത്ത് അപ്പം ഫയർഫോഴ്സ് വന്ന് എടുത്തു. ഡ്രൈവർക്ക് തോളിൽ മാത്രമേ പരിക്കുള്ളൂ, വേറെ ഇതൊന്നുമില്ല, വേറെ ആരും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ മുൻപോട്ട് തന്നെ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ ഇലക്ട്രിക് കമ്പികളുടെയൊക്കെ മുകളിൽ കൂടെയാണ് മരം കടപുഴകിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ വൈദ്യുതിയൊക്കെ വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ വാഹന ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി പ്രധാന റോഡ് തന്നെയാണ്. അപ്പം വാഹന ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി നാട്ടുകാരുടെ അടക്കമുള്ള പരിശ്രമം ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ വീണ് കിടക്കുന്ന ഈ മരത്തിന്റെ ചില്ലകളൊക്കെ മാറ്റുക, ഒപ്പം ഫയർഫോഴ്സിന്റെ ഒപ്പം തന്നെ വൈദ്യുതി ഭവൻ ജീവനക്കാർ കൂടെയുണ്ട്. അവരും ഇത്തരത്തിൽ ഈ റോഡ് ഗതാഗതത്തോടൊപ്പം തന്നെ വൈദ്യുതിയും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഇവിടെ മാത്രമായിരുന്നു വാഹനത്തിനകത്തുണ്ടായിരുന്നത്, പുരുഷൻ പുറത്തായിരുന്നു അല്ലേ? ഇല്ലില്ല, ഒരു സ്ത്രീയും അവരുടെ ഭർത്താവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർക്ക് 35ഓളം വയസ്സ് വരും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്ന കാര്യം. ഇവർ വിദൂര സ്വദേശികളാണെന്ന് പറയുന്നു. സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഈ പ്രദേശത്തെത്തിയതാണ്. അതിനുശേഷം പോകുന്ന വഴിക്കാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ആദ്യം തന്ന പ്രാഥമിക വിവരത്തിൽ പറഞ്ഞതുപോലെ റോഡിൽ വലിയ തിരക്കില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. കാരണം വലിയ തിരക്കുണ്ടായിരുന്നു, പക്ഷേ വാഹനത്തിന്റെ മുകളിലേക്ക് ഈ പ്രദേശത്ത് ഈ വാഹനം പോകുന്ന ഈ പ്രദേശത്ത് ഈ കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് പുറകെ വന്ന വാഹനങ്ങളൊക്കെ തന്നെ ഈ മരം കടപുഴകുന്നതനുസരിച്ച് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇവർക്ക് അത്രത്തോളം നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ മരം കടപുഴകി കാറിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു. അതേസമയത്ത് ഈ ഓടിച്ചിരുന്ന ആളിരുന്ന സമയത്ത് ഓടിച്ചിരുന്നത് ഭർത്താവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം ഇരുന്ന സ്ഥലത്തേക്ക് ഈ ചില്ലകൾ അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുറത്തേക്ക് വരാൻ സാധിച്ചു. എന്തായാലും ആ എതിർഭാഗത്ത്, അതായത് ഡ്രൈവർ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത ഭാഗത്ത് തന്നെ ആയിരുന്നു സ്ത്രീ ഇരുന്നത്. അവരുടെ ദേഹത്തേക്ക് തന്നെയാണ് വലിയ രീതിയിൽ ഇത്തരത്തിൽ മരത്തിന്റെ ചില്ലകളൊക്കെ തന്നെ ഇടിച്ച് വീണതെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പരിക്കുകളില്ല, പക്ഷേ യുവതി ബോധരഹിതയാകുകയും ചെയ്തു. ഒപ്പം തന്നെ ശരീരത്ത് തോളലിനടക്കം പരിക്കുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇവിടെ നടന്നത്. കൃത്യസമയത്ത് തന്നെ ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തുന്നു. ഒപ്പം ഈ മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഒപ്പം വൈദ്യുതി വിച്ഛേദിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും ഈ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം എത്തുകയും വലിയ സംഘാംഗങ്ങൾ തന്നെയാണ് എത്തിയത്. 30-ലധികം വരുന്ന സംഘങ്ങളാണ് എത്തിയതെന്നുള്ള അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതിപ്പം ഒരു യൂണിറ്റിലെ ഫയർഫോഴ്സ് മാത്രമാണോ ഉള്ളത്, അതോ മറ്റു പ്രദേശങ്ങളിൽ കൂടെ ഉള്ള ഏകോപനം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അത്രയധികം ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് പ്രധാന റോഡ് തന്നെയാണ്, വഴയില റോഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതാണ്. എന്തായാലും ആ തിരക്ക് ഇപ്പം റോഡ് ഗതാഗതം മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിടുന്നുണ്ട്. ഒപ്പം ഈ രക്ഷാപ്രവർത്തനം മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ റോഡ് ഗതാഗതം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഈ ദൃശ്യത്തിലൊക്കെ കാണുന്നത് പോലെ ഈ വാഹനം
പൂർണ്ണമായി തകരുന്ന ഒരു അവസ്ഥയാണ്. അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. എന്തായാലും വലിയ അപകടം തന്നെയാണ് ഗോകുൽ പറഞ്ഞതുപോലെ ഉണ്ടായത്. അവരെ ജീവനോടെ തന്നെ രക്ഷിക്കാൻ സാധിച്ചു, ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നൊക്കെ ഉള്ളത് വലിയ ആശ്വാസം നൽകുന്നു. കാരണം വലിയ അപകടമാണ്. നാട്ടുകാരാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി അവിടെ റോഡ് ഗതാഗതം പൂർവ്വതോതിലാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനുള്ള മരം വെട്ടിനീക്കുന്ന നടപടികൾ ഉൾപ്പെടെ എന്തായാലും നമ്മുടെ ഫയർഫോഴ്സ് സംഘം ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഓടിയെത്തുന്ന കാഴ്ച കൂടിയാണ് നമ്മളിപ്പോൾ ഈ അപകടങ്ങളൊക്കെ നടക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോകുൽനാഥ്, വാർത്ത റിപ്പോർട്ട്.